എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ദോശയുടെയും ഇഡ്ലിയുടെയും അതുപോലെ ചോറിൻ്റെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇതുപോലെ തയ്യാറാക്കാത്തവരെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തത്. ഏത് പാത്രമാണെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ ചമ്മന്തി റെഡിയാക്കി എടുക്കുമ്പം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം വറ്റൽമുളകാണ്. വറ്റൽമുളക് ഞാനിപ്പോൾ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഈ ചമ്മന്തി വേണ്ടത് അതനുസരിച്ച് വറ്റൽമുളക് എടുക്കുക. സാധാരണ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ചമ്മന്തിയിൽ നിന്നും വ്യത്യസ്ത രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എളുപ്പം ഇത് ചീത്തയായി പോകുന്നില്ല. കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഇത് എടുത്തു വെച്ചിട്ട് കഴിക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വറ്റൽമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വറ്റൽമുളക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയുടെ കളറ് ഒന്ന് മാറിയിട്ട് ഒരു ബ്ലാക്ക് കളറായിട്ട് വരും. ഈ ഒരു പാകത്തിന് വേണം നമ്മളിതൊന്ന് കോരി മാറ്റാനായിട്ട്. അതായത് നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുന്ന പാകമുണ്ടല്ലോ, അത്രയും തന്നെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ, മറന്നു പോവല്ലേ. ഇപ്പോൾ ഞാൻ വറ്റൽമുളക് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മറ്റ് സാധനങ്ങളും ചേർത്തിട്ട് വറുത്തെടുക്കുന്നത്. ഇനി വേണ്ടത് പച്ചമുളക്. അപ്പോൾ നമ്മൾ എത്രയാണോ വറ്റൽമുളക് എടുത്തത് അതിൻ്റെ പകുതിയായിരിക്കണം പച്ചമുളക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 6 വറ്റൽമുളക് എടുത്തപ്പം 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. പച്ചമുളകും നന്നായിട്ട് ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പച്ചമുളകും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പച്ചമുളക് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പം ഒന്ന് സൂക്ഷിക്കണം, സ്വല്പം ഒന്ന് നീങ്ങി നിന്നിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിക്കും. ഇത്രയും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് കോരി മാറ്റുക. ഇനി നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുക്കുക. അതും ഇതിനകത്തേക്ക് ഇട്ടിട്ട് ചൂടാക്കി എടുക്കുക. ചൂടാക്കി തന്നെ എടുക്കണം. അതിൽ നിന്ന് കുരു ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുത്തിട്ട് ചൂടാക്കുക. കയ്പ്പ് രസം ഒന്നും വരില്ല കേട്ടോ. പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറയും ഈ പുളി ഒന്ന് ചൂടാക്കിയിട്ട് ചമ്മന്തി അരയ്ക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ രുചികരമാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ചമ്മന്തി. അതും ഞാനൊന്ന് ചൂടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് കായം ഞാൻ ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. കായം നമുക്ക് വളരെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഉഴുന്ന്, നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉഴുന്നുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ തോന്നും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്തിട്ട് ചമ്മന്തി ആക്കാമെന്ന്. പക്ഷെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വറ്റൽമുളക് നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടണം. പച്ചമുളകൊക്കെ ഇപ്പം ഉഴുന്നിൻ്റെ കൂടെയാണ് നമ്മളത് ഇടുന്നതെങ്കിൽ ഉഴുന്ന് അത്രയായിട്ട് അങ്ങ് ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു വറുത്ത ചാലിച്ചത് തയ്യാറാക്കി എടുക്കുമ്പം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെയും കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഇതൊന്ന് കോരി മാറ്റണം. ഞാൻ ഉഴുന്നും ഇതിൻ്റെ അകത്തുനിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തുള്ളൂ. നമ്മളിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കറിവേപ്പില നന്നായിട്ട് കിലുകിലാന്നുള്ള സൗണ്ട് കേൾക്കുമല്ലോ, അത്രയും തന്നെ മൂപ്പിച്ചെടുക്കണം. അത്രയും മൂത്ത് കഴിയുമ്പം അതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് ഒന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ ആ ഒരു പാത്രത്തിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി തന്നെ എടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിനകത്തേക്ക് സവാളയോ ചെറിയുള്ളിയോ ചേർക്കുന്നില്ല. അത് ചേർക്കരുത് കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ തക്കാളി ചേർക്കാതെ ഞാൻ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. തക്കാളി ചേർത്തും ഞാൻ തയ്യാറാക്കി നോക്കി. തക്കാളി ചേർക്കണോണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല. വളരെ രുചികരമായിട്ട് തന്നെയാണ് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ഇനി കുറച്ച് ഉപ്പ് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി തക്കാളിയിലേക്ക്. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. ആ ഒരു ചെറിയ തീയിൽ കിടണം. തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ.
ആ സമയം കൊണ്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാനൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയിൽ നമ്മൾ ലേശം ഉപ്പിട്ടിട്ടുള്ളൂ, അതൊക്കെ നോക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചോ അരച്ചോ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു മൊത്തത്തിലങ്ങ് അരയുമ്പോൾ ഒരു ചതഞ്ഞ പോലെ ഇരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. അപ്പം ഞാനത് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും പോരാട്ടോ, നല്ലോണം ഒന്ന് വഴറ്റി തന്നെ എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ തവി കൊണ്ട് ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ കിട്ടണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കൂട്ടുണ്ടല്ലോ നമ്മൾ ചതച്ച് വെച്ചത്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യരുത്. ആ ഒരു ചെറിയ തീയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തവിയും കൊണ്ട് അതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതൊരു കുറച്ച് നേരം ഒരു മിനിറ്റെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ആ തക്കാളിയിലുള്ള ആ വെള്ളമയം നന്നായിട്ട് മാറ്റി വേണം നമ്മൾ എടുക്കാനായിട്ട്. അങ്ങനെ എടുത്ത് വയ്ക്കി വെച്ചാൽ മാത്രമാണ് കേടുകൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ ചീത്തയായി പോവും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതുപോലെ തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊന്നും നമ്മളിത് കഴിക്കുക വെച്ചാൽ വേറെ കറികളുടെ ഒരാവശ്യമില്ല, ഇത് മാത്രം നമുക്ക് മതിയാവും. ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങി അല്ലേ, ചൂട് കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അതുമാത്രമല്ല ഇഡ്ഡലിയും ദോശയൊക്കെ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാക്കും. പക്ഷേ എന്നും ചട്നി സാമ്പാറൊക്കെ അരയ്ക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് വരും കുട്ടികൾക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചമ്മന്തിയൊക്കെ റെഡിയാക്കി കൊടുക്കൂ, കുട്ടികൾക്കും നല്ല ഇഷ്ടവും. വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയൊക്കെ സാധാരണ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള ഒന്നാണല്ലോ. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇത് ചൂട് ഒന്നാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്താൽ നമുക്ക് ചമ്മന്തിയുടെ ആ ഒരു രൂപത്തിൽ തന്നെ കിട്ടും. ഇല്ലാച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള വറുത്ത് ചാലിച്ചത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.